വോട്ടിംഗ് യന്ത്രത്തിൽ പിഴവാണെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കളക്ടർ വാസുകി വ്യക്തമാക്കിയിരിക്കുന്നു. അത് തന്നെയാണ് ഈ മണിക്കൂറത്തിലെ ഏറ്റവും പ്രധാന വാർത്തയും. കോവളം നിയമസഭാ മണ്ഡലത്തിലെ ചൊവ്വര 151 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രത്തിൽ ഗുരുതര പിഴവുണ്ടായെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് പോകുന്നത് എങ്ങനെയെന്ന് സാങ്കേതികമായി അസാധ്യമാണെന്നാണ് കളക്ടർ പറയുന്നത്. ഇക്കാര്യം പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും ബൂത്തിൽ നിലവിൽ തടസ്സമില്ലാതെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ടെന്നും വാസുകി ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കോവളം നിയോജക മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കുത്തുന്ന വോട്ടുകൾ താമരയ്ക്ക് പോകുന്നതായി വ്യാപക പരാതി ഉയർന്നിരുന്നു. അതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്തായാലും ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി വ്യാപകമായി ഉയർന്നത്. കോൺഗ്രസിന് കുത്തുന്ന വോട്ടുകളെല്ലാം താമരയ്ക്ക് പോകുന്നുവെന്ന് കോൺഗ്രസ്കാർ തന്നെയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഇപ്പോൾ തിരുവനന്തപുരം കളക്ടർ വാസുകി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോ കുറച്ചു സമയം മുൻപ് ഒരു വലിയ രീതിയിൽ ഒരു ഫേക്ക് ന്യൂസ് പകർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കോവളം LACയിലെ ബൂത്ത് നമ്പർ 151 ചൊവ്വര ബൂത്തിലെ ഒരു ബട്ടൺ അമർത്തിയാൽ ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് മാത്രമേ പോകുന്നുണ്ട്, എല്ലാ ഏത് ബട്ടൺ അമർത്തിയാലും ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് മാത്രമേ പോകുന്നുണ്ട് എന്ന് തെറ്റായ ഒരു ഫേക്ക് ന്യൂസ് പകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് നിങ്ങൾ എല്ലാവരെയും അഡ്രസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു എറർ, അതായത് ഏത് ബട്ടൺ അമർത്തിയാലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് മാത്രമേ പോകാൻ കഴിയും എന്ന ഒരു വിഷയം ടെക്നിക്കലി ആൻഡ് ടെക്നോളജിക്കലി ഇംപോസിബിൾ ആണ്. ആ രീതിയിൽ EVM നമുക്ക് ടാമ്പർ ചെയ്യാനോ ഇങ്ങനെ ചെയ്യാനോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. സോ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 76 വോട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോൾ ചെയ്ത് കഴിഞ്ഞ ശേഷം 77ാമത്തെ വോട്ട് കാസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് ബാലറ്റ് യൂണിറ്റ് ജാമായി. മെഷീനിടെ ഒരു ചെറിയ എററാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ പ്രൊസീജിയർ ECI പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഫീൽഡിലെ ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മെഷീൻ മാറ്റേണ്ടതാണ് എന്ന് ECIയുടെ ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ ആ മെഷീൻ മാറ്റി ഇപ്പോൾ പോൾ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുകയാണ്. ഒരിക്കലും പോളിംഗ് നമ്മൾ അവസാനിച്ചില്ല. ആ പോളിംഗ് ബൂത്തിലെ ഒരു പ്രശ്നവുമില്ല. എല്ലാവർക്കും വളരെ കോൺഫിഡൻസ് ആയിട്ട് വന്ന് വോട്ട് ചെയ്യാൻ കഴിയും.